മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് കുറച്ച് ദിവസമായി തന്നെ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അഹാന കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നൊരു കാര്യം കൊണ്ടാണ്. തൻവിയുടെ വീഡിയോയുമായി സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നോട് പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇതാണ് ഇപ്പോൾ അഹാന പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും കൃഷ്ണകുമാർ പങ്കുവച്ചതിന് തൊട്ട് പിന്നാലെ അഹാനയുടെ നിലപാടും അഹാന വെളിപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പറയുന്നത് BJP പിന്തുണയോടുള്ള ഒരു കാര്യമാണെങ്കിൽ അഹാന പറയുന്നത് മരിച്ചു വീണ കുട്ടികൾക്ക് ഒരു കുടുംബമുണ്ട് എന്നും ഒരു കുടുംബം തന്നെയാണ് അവിടെ നശിച്ചു വീഴുന്നത് എന്നതാണ്. അതായത് കൃഷ്ണകുമാർ പിന്തുണയ്ക്കുന്നത് ഗവൺമെന്റിനെയും ഒക്കെയാണെങ്കിലും അഹാന പിന്തുണയ്ക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയായിരുന്നു. അതായത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികളെ. അഹാന ഇത്തരത്തിൽ സത്യങ്ങൾ വളച്ചൊടിക്കുന്നുവെന്നും അച്ഛനെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞതാണ് ശരി. തൻവിയുമായിട്ടുള്ള വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ആരും ആ വ്ലോഗ് കണ്ട് അങ്ങനെ എടുക്കില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തതും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയതും അഹാനയുടെ വ്ലോഗ് കണ്ടിട്ടാണ്. തൻവിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും ആരും കാണുന്നു കൂടിയില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് എപ്പോഴും കരുതുന്നത് പോലെ കരുതിയാൽ മതിയായിരുന്നു. ആ ഒരു വിഷയത്തോടെയാണ് ഇത് ആളിക്കത്തിയത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളിക്കത്തി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ആളിക്കത്തി. അതാണ് സത്യം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുമായി മാറി. കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ പ്രശ്നം പോലും സോൾവ് ചെയ്യാതെ കൃഷ്ണകുമാർ എങ്ങനെയാണ് നാട്ടിലെ പ്രശ്നം തീർക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വീട്ടിലെ അടി പോലും കൃഷ്ണകുമാറിനെ കൊണ്ട് തീർക്കാനാകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നാട് ഭരിക്കുക, അല്ലെങ്കിൽ നാട്ടിലൊരാളാവുക? ഇതൊക്കെ പലരും വിമർശനത്തിന്റെ ഭാഗമായി ചോദിക്കുന്നുണ്ട്. എന്നാൽ പലരും അദ്ദേഹത്തിനോടൊപ്പം നല്ലതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി തന്നെയാണ് പലരും അദ്ദേഹത്തോട് പെരുമാറുന്നത്. വളരെ സൗമ്യനായ സ്വഭാവക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് എപ്പോഴും പെരുമാറാറുള്ളത്. പ്രേക്ഷകർക്കും അത് നന്നായി അറിയാം. ആരാധകരും അത് സമ്മതിക്കാറും ഏറ്റെടുക്കാറും ഒക്കെ ചെയ്യാറുമുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇത് കാണിക്കാറും സംസാരിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് വലിയ കാര്യം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നോക്കുന്നത്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കുടുംബത്തിനുള്ളിൽ തന്നെ വളരെയധികം ഭിന്നത ഉണ്ടാക്കുമെന്നും അഹാനയും അച്ഛനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് വളരെയധികം രൂക്ഷം ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഹൻസികയുടെയും അതുപോലെ അഹാനയുടെയും ഇഷാനിയുടെയും ദിയയുടെയും വാർത്തകൾ കേൾക്കാറും ഇപ്പോൾ ഓമിയുടെ വാർത്തകളും കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും തെറ്റില്ല എന്നും പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പോസ്റ്റ് ചെയ്യാത്തതെന്നും പറയുന്നു. എന്നാൽ അഹാന പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇഷാനിയും ഹൻസികയും ഈ വീഡിയോ, അതായത് ഈ ചിത്രം വീണ്ടും ഷെയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.